ഇനിയൊരു തട്ടിപ്പ് വാർത്തയിലേക്കാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് ബാബുവിന് സസ്പെൻഷൻ. കൊല്ലം സ്വദേശിയിൽ നിന്ന് 2.5 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടി. വിവരങ്ങളുമായി റാഫി കരീം ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? കൊല്ലം സ്വദേശിയുടെ പരാതിയിലാണ്. കൊല്ലം സ്വദേശിയായ ബിസിനസ്സുകാരനായ അബ്ദുൾ സലാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസിലെ ACP ആയ സുരേഷ് ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സുരേഷ് ബാബുവും ഒപ്പം തന്നെ സുരേഷ് ബാബുവിൻ്റെ ഭാര്യ നുസ്രത്തും ഒപ്പം തന്നെ കൊല്ലത്തുള്ള ഒരു ഡോക്ടറും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഈ അബ്ദുൾ സലാമിന് കൊല്ലത്തെ യുക്കോ ബാങ്കിൽ 52 കോടി രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു. ഈ ലോൺ കോവിഡ് സമയത്തായിരുന്നു ഈ അബ്ദുൾ സലാം എടുത്തത്. പിന്നീട് ലോൺ മുടങ്ങുകയും അബ്ദുൾ സലാം ലോണിന് ഈടായി നൽകിയ സ്വത്തുക്കൾ ബാങ്ക് കണ്ടുകെട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. പിന്നീട് ഈ ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഈ DYSPയുടെ ഭാര്യ ഈ അബ്ദുൾ സലാമിനെ സമീപിക്കുകയും ഈ ലോൺ 33 കോടി രൂപയാക്കി ചുരുക്കി നൽകാമെന്ന് പറയുകയുമായിരുന്നു. പിന്നീട് ബാങ്കിലേക്ക് അടയ്ക്കാൻ 25 കോടി രൂപ, അതിൻ്റെ 10% 2.5 കോടി രൂപ തരണമെന്ന്, ആദ്യ ഗഡുവായി തരണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നുസ്രത്തിൻ്റെയും ഒപ്പം തന്നെ നുസ്രത്ത് നൽകിയ മറ്റ് അക്കൗണ്ടുകളിലേക്കും പണം നൽകിയത്. ഈ നുസ്രത്ത് ഈ സലാമിനെ വിശ്വസിപ്പിച്ചിരുന്നത് തൻ്റെ ഭർത്താവ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഈ ഭർത്താവ് DYSP ആയിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നത്. ആ ഉന്നത ഉദ്യോഗസ്ഥനായ ഭർത്താവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചും താൻ ഹൈക്കോടതി അഭിഭാഷകയാണ്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഹരിക്കുന്നതാണ് പ്രധാന ജോലിയെന്നുമായിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത്. ഈ നിലയിലുള്ള വിശ്വാസം മുതലെടുത്താണ് കൊല്ലം സ്വദേശിയിൽ നിന്ന് 2.5 കോടി രൂപ ഇവർ തട്ടിയെടുത്തത്. പിന്നീട് ഇത് FIR ഇടുകയും അന്വേഷണം നടക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറായ സുരേഷ് ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. നേരത്തെയും സാമ്പത്തികമായ ഇടപാട് കേസുകളിൽ സുരേഷ് ബാബുവിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മലപ്പുറത്ത് DYSP ആയിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ സുരേഷ് ബാബുവും ഒപ്പം തന്നെ ഭാര്യയും പ്രതിയാവുകയും സുരേഷ് ബാബുവിനെ സസ്പെൻഡ് ചെയ്യുകയും ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.